KPCC വർക്കിംഗ് പ്രസിഡന്റുമാർ ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ആ പ്രതിസന്ധികൾ ഇതിപ്പോൾ പ്രതിസന്ധിയല്ല, നല്ല വിജയമാണ് ഉണ്ടായത്. തീരുമാനം എടുക്കാനുള്ള നടപടിക്രമങ്ങളുണ്ട്. ആ ക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ മീറ്റിംഗ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അല്ല, പാർട്ടി തീരുമാനം എടുക്കാൻ പോവില്ല, ഞങ്ങൾ പറയുന്നത് ശരിയല്ല. തീരുമാനമാവാത്തത് കൊണ്ടാണ് നേരത്തെ 3 നേതാക്കൾ ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പാർട്ടി നേതൃത്വം എന്ത് തീരുമാനിച്ചിട്ടാണ് വിളിച്ചിരിക്കുന്നത് നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ. മനസ്സിലാക്കി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനമെടുക്കുമ്പോൾ അതിനകത്ത് ജനാധിപത്യ രീതിയിൽ എല്ലാവരുടെയും അഭിപ്രായം, പാർട്ടിയിലെ നേതാക്കളുടെ അതല്ലാത്തവരുടെ ഒക്കെ അഭിപ്രായം ഹൈക്കമാൻഡ് എടുക്കും. അപ്പോൾ സ്വാഭാവികമായും മുൻകാലങ്ങളിൽ ഇതേ സമയം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന ബഹളമാണ്. അപ്പോൾ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യണം. എല്ലാ വിഭാഗം നേതാക്കളുമായിട്ട് അവർ ആലോചിക്കുക, അവരത് അഭിപ്രായം തേടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ തീരുമാനമെടുക്കും. 8-9 ദിവസം മുമ്പുണ്ടായിട്ടില്ലേ? ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ബഹളത്തിനപ്പുറത്ത് ഹൈക്കമാൻഡിന് അറിയാം കൃത്യമായ ഉചിതമായ സമയത്ത് അവർ തീരുമാനം പ്രഖ്യാപിക്കും. എനിക്കറിയില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ അറിയുന്ന. എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. കോൺഗ്രസ് നേതൃത്വം ശക്തമായ തീരുമാനം ഉചിതമായ സമയത്ത് എടുക്കും. ബാക്കിയെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്ന ബഹളത്തിന് അപ്പുറത്തൊന്നുമില്ല. നിങ്ങൾക്കറിയാലോ, മുമ്പൊക്കെ തീരുമാനം എടുക്കുന്നവരെ നിങ്ങൾ ബഹളം വെക്കാറുണ്ട്. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് പറയും. അതുപോലെ ഇതും നല്ല തീരുമാനം എടുക്കും. ഡൽഹിയിലേക്ക് വിളിപ്പിച്ച KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാറും PC വിഷ്ണുനാഥുമാണ് സംസാരിച്ചത്. ഷാഫി പറമ്പിൽ ആ കൂട്ടത്തിലില്ല എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം പക്ഷേ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ അങ്ങോട്ടേക്ക് കണ്ടില്ല. എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, MM ഹസൻ, ഒപ്പം തന്നെ K മുരളീധരൻ, VM സുധീരൻ അടക്കമുള്ളവരൊക്കെ അവിടെയുണ്ട്. മുല്ലപ്പള്ളി പോയിട്ടില്ല. മുല്ലപ്പള്ളിയോട് ഫോണിൽ വിളിച്ചാൽ കാര്യങ്ങൾ പറയാം എന്നതാണ് മുല്ലപ്പള്ളി ഇന്നലെ എടുത്ത നിലപാട്. ഇപ്പോൾ MM ഹസനും ഒപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ വരികയാണ്. അവരും പ്രതികരിക്കുമോ എന്ന് അറിയില്ല. എന്തായാലും MM ഹസൻ രാവിലെ പ്രതികരിച്ചിരുന്നു. MM ഹസൻ പറഞ്ഞത് അത് മുഖ്യമന്ത്രിയെ കണ്ടെത്തുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ്. പാർലമെന്ററി പാർട്ടി ലീഡറെ കണ്ടെത്തുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണത്. നല്ലൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തും. ഘടകകക്ഷികളോട് അഭിപ്രായം ചോദിക്കും. അവർ അഭിപ്രായം പറഞ്ഞാൽ മാത്രം മതി. അല്ലാതെ അവരുടെ നിലപാട് തന്നെ നടന്നുകൊള്ളണമെന്ന് ഉറപ്പില്ല. അതല്ലേ അതിൻ്റെ സാങ്കേതികത്വം എന്നതാണ് MM ഹസൻ ചോദിച്ചത്. എന്തായാലും ഇന്നെങ്കിലും ഒരു തീരുമാനമുണ്ടാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്.